ഗംഭീരം. നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ട് പടം എന്തോ ആണെന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ തിരക്കഥ സൂപ്പർ ഡയറക്ഷൻ, സൂപ്പർ തിരക്കഥ, സൂപ്പർ അഭിനയം. നല്ല എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റി. പിന്നെ നമ്മുടെ ലൂസിഫറിനെക്കാട്ടിലും കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കാരണം ലാലേട്ടൻ്റെ എൻട്രിയൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ, അടിപൊളി. പൃഥ്വിരാജിൻ്റെ എൻട്രി അടിപൊളി, നല്ലൊരു ഹൈപ്പുണ്ട്, നല്ല സൂപ്പർ. ഏത് ഡയറക്ടർ സൂപ്പർ, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എടുത്തു പറയാൻ മേക്കിംഗ് തന്നെയാണ്. കഥ നോക്കണ്ട, മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ L3 വരുമ്പോൾ ബാക്കി അറിയാം. പക്ഷേ ഇപ്പോഴും ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ലെവലിൽ കൊണ്ട് വച്ചേക്കണേ ഉള്ളൂ. L3 വന്നാലേ മൊത്തത്തിൽ എല്ലാം കൂടെ അറിയാൻ പറ്റുള്ളൂ. എന്താ പറയുക, നമ്മൾ അപ്പുറമാണ് പടം വന്നേക്കുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ്. പ്രതീക്ഷേനേക്കാളും ഒരുപാട് നല്ല രീതിയിൽ പടം വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് എന്നുള്ളൊരു ഡയറക്ടറോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുക. അത്രയും നല്ലൊരു ഡയറക്ടറിനെ നമുക്ക് കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ഗംഭീരം. എന്താ പറയാ, ഇന്റർനാഷണൽ പടമല്ലേ, അടിപൊളിയല്ലേ, സൂപ്പർ ഗംഭീര പടം, വേറൊന്നും പറയില്ല. എമ്പുരാൻ വേറെ ലെവൽ, ലൂസിഫർ വേറെ ലെവൽ. സെക്കൻഡ് ഹാഫിലാണ് ഇത് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഹാഫ് ഒരു ഹോളിവുഡ് ലെവൽ മൂവിയുടെ. ലാലേട്ടൻ ടോപ്പ്. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കാണുക. ഏറ്റവും നല്ലൊരു പടം, വളരെ നല്ല സംവിധാനം, വളരെ നല്ല അനുഭവം, ദൃശ്യാനുഭവം. മലയാളത്തിലെ ഏറ്റവും നല്ല ദൃശ്യാനുഭവത്തിലുള്ള ഒരു മുതൽക്കൂട്ടുള്ള പടം തന്നെയായിരിക്കും, യാതൊരു മാറ്റമില്ല. ലൂസിഫറിനെക്കാട്ടിയും കൊള്ളും, നല്ല എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള ഒരു സംവിധാനം. മൂന്നാമത്തെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. കൊള്ളാം. എല്ലാ സീൻസിലും നല്ല വിഷ്വൽസും അതിൻ്റെ അതൊക്കെ ലൂസിഫറിന്റെ ഡയറക്ഷൻ ലെവൽ വേറെ, ഇതിന്റെ ഡയറക്ഷൻ ലെവൽ വേറെ. നമ്മളൊരു ഹോളിവുഡ് സിനിമയെ കണ്ടുകൊണ്ടിരിക്കത്തില്ലേ, അതുപോലെ ലാലേട്ട ഓരോ പോസ്റ്റിനും ഓരോ സീൻസിനും ഓരോ എൻട്രിക്കും കിടിലമായിട്ട് ഫ്രെയിംസ് ഒക്കെ ഓരോന്ന് കിടിലമായിട്ടുണ്ട്. തന്നെയാണ് മെയിൻ, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫാണ് വേറെ ലെവല്. നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ട് പടം എന്തോ ആണെന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കടവുള പോലെ വെച്ചിട്ട് ഒരു ലാലേട്ടൻ്റെ ഇൻട്രോ ഉണ്ട്, ഒരു രക്ഷയില്ല. അതിനുവേണ്ടി മാത്രം കാണാം പടം. മേക്കിംഗ് തന്നെയാണ് മെയിൻ, വേറെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ മലയാളത്തിലെ ചെറിയ വലിയ പടം, അത്രയേ ഉള്ളൂ. എടുത്തു പറയുമ്പോൾ മേക്കിംഗ് തന്നെയാണ്, മേക്കിങ്ങും വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ. ഓരോ സീനും നോക്കി ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയും കാര്യങ്ങളിൽ നോക്കിയില്ല, പക്ഷേ ബാക്കിയുള്ളതിലെല്ലാം ഭയങ്കരമായിട്ട് പൃഥ്വിരാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് 3 വെച്ചിട്ടുണ്ട്, പാർട്ട് 3 എങ്ങനെയാണെന്ന് നോക്കണം. നല്ല പടം, ഇഷ്ടപ്പെട്ടു. എന്താ കേട്ടില്ല? ഹൈപ്പുള്ള പടം ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല ബ്രോ, ഒരു രക്ഷയില്ല. ഉള്ള കേസ് ഒരു രക്ഷയില്ല ബ്രോ. ഒരേ പൊളി. ഉള്ള കേസ് പറയല്ല, ഒരേ പൊളി. അതിനപ്പുറം വന്ന് ബ്രോ. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പടം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തിരക്കഥ സൂപ്പർ ഡയറക്ഷൻ, സൂപ്പർ തിരക്കഥ, സൂപ്പർ അഭിനയം. മോഹൻലാൽ അടിപൊളി, അൻവിജയമായിരിക്കും. Indian story made internationally on Kerala background. India needs Qureshi.